അല്ല, പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വൈദ്യൻ എന്ന രീതിയിൽ ഇതുവരെ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൃപ്തനാണോ എന്ന് ചോദിക്കാറുണ്ട്. 100% തൃപ്തൻ തന്നെയാണ്. നമ്മളുടെ ഉയർച്ച എപ്പോഴും മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ നിന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നാം ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായോ വ്യക്തിപരമായോ ഉയരുന്നുണ്ടെങ്കിൽ ആ ഉയർച്ച സമൂഹത്തിലെ ആളുകളുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു വ്യക്തികളുടെ സന്തോഷത്തിൽ നിന്നായിരിക്കണം നമ്മളുടെ ഉയർച്ച എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതായത് നമ്മൾ ഉയരങ്ങളിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആരെയും ചൂഷണം ചെയ്തോ അല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചോ ആരുടെയെങ്കിലും ശാപത്തിലൂടെയോ നമ്മൾ മുന്നോട്ട് സാമ്പത്തികമായും അല്ലെങ്കിൽ വ്യക്തിപരമായും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഉയർച്ചയിൽ ഞാൻ അതൃപ്തനായിരിക്കും. പക്ഷേ ഇന്നത്തെ എൻ്റെ ഉയർച്ചയിൽ ഞാൻ പൂർണ്ണ തൃപ്തൻ തന്നെയാണ്. അത് വ്യക്തിപരമായിട്ടാണെങ്കിൽ ശരി, സാമ്പത്തികമായാലും ശരി, മറ്റേത് വിധത്തിലാണെങ്കിൽ ശരി, എൻ്റെ ഉയർച്ചയിൽ ഞാൻ പൂർണ്ണ തൃപ്തൻ തന്നെയാണ്. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ഉയർച്ച. ഞാൻ ആരെയും ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ ആരുടെയും ശാപം വാങ്ങിച്ചോ അല്ല ഞാൻ മുന്നോട്ട് ഇതുവരെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, എൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് എൻ്റെ പരിസരവാസികളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഈ സമൂഹവും. ലക്ഷങ്ങൾ ചെലവ് വരുന്ന 3, 4, 5 ലക്ഷം ചെലവ് വരുന്ന IVF പോലുള്ള ചികിത്സകൾ പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ട ആയിരക്കണക്കിന് ദമ്പതികൾക്ക് കേവലം ആദ്യത്തെ മാസം 3200 രൂപയുടെ മെഡിസിനും തുടർന്നുള്ള ഓരോ മാസവും സ്ത്രീക്കും പുരുഷനും കൂടി വെറും 850 രൂപയുടെ മരുന്ന് മാത്രം നൽകി, അതായത് ഒരു മാസം വന്ധ്യതയ്ക്ക് 850 രൂപയുടെ മരുന്ന് നൽകി ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം എൻ്റെ അറിവിലില്ല, ഞാനല്ലാതെ എന്ന് എനിക്ക് എൻ്റെ വിശ്വാസം അതാണ്. അപ്പോൾ അങ്ങനെ ആരെയും ചൂഷണം ചെയ്യാതെ അവർക്ക് സന്താനം ലഭിക്കുമ്പോൾ അവർ തരുന്ന പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ അവർ തരുന്ന മറ്റുള്ള ഏതെങ്കിലും മൂല്യമുള്ള വസ്തുക്കളോ ഉപയോഗിച്ച് ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു വൈദ്യൻ എന്ന രീതിയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരുടെയും ശാപത്തിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും ചൂഷണത്തിൻ്റെയോ ഭാഗമായി ഉയർന്നതല്ല എൻ്റെ ഇന്നത്തെ ഈ ഇമേജും എൻ്റെ നിലനിൽപ്പും. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ഉയർച്ച, മറ്റുള്ളവരുടെ തൃപ്തിയിൽ നിന്നായിരിക്കണം നമ്മുടെ ഉയർച്ച, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത വിധത്തിൽ അവരുടെ അനുഗ്രഹത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഉയർച്ച. അപ്പോൾ അത്തരം കാര്യങ്ങളെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ തൊഴിലിൽ 100% തൃപ്തനാണ്.